ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വാൾ ഹാങ്ങിങ് വീഡിയോ ആണ്. ഇപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പം ലഭിക്കാവുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലൊരു സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്ക്വയറിലാണെങ്കിലും സർക്കിളാണെങ്കിലും ഏത് ഷേപ്പ് ആണെങ്കിലും നമുക്ക് വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷേപ്പിന് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് ഒട്ടിക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതങ്ങ് റൗണ്ടായിട്ട് അങ്ങ് സർക്കിളായിട്ട് അങ്ങ് മുറിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കളർ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ പേപ്പർ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ വട്ടത്തിലുള്ള സർക്കിൾസ് ആണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി എടുക്കുന്നുണ്ട്. അതായത് കറക്റ്റായിട്ടുള്ള വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂടി എടുത്തിട്ട് ഞാനൊരു പെൻസിൽ വെച്ചിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതും നമ്മുടെ ഇഷ്ടമാണ്. സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ പേപ്പർ അല്ല വല്ല മുത്താണെങ്കിൽ മുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സർക്കിൾ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് സർക്കിളൊക്കെ ഈവൻ ആയിട്ടുള്ള സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടി എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പലതും പല സൈസായി പോകില്ലേ. അപ്പോൾ ഞാൻ എന്താ സർക്കിൾ വരച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലേ, ഇനിയിപ്പോൾ നമുക്കതങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് അങ്ങ് മടക്കിയാൽ എളുപ്പത്തിന് അങ്ങ് മടക്കാൻ പറ്റും. അതല്ല പറ്റുന്നതാണെങ്കിൽ അങ്ങ് നേരെ അങ്ങ് മടക്കിയാലും മതി. സ്കെയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഓരോ സർക്കിളിൻ്റെ നടുവിൽ വെച്ചിട്ട് നമുക്കതങ്ങ് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതായപ്പോൾ ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്രിക വെച്ചിട്ട് ഇതങ്ങ് നേരെ അങ്ങ് മുറിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഓരോരോ പീസായിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ എല്ലാം മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മടക്കി വെക്കാം. അതായത് ഈ റൗണ്ട് ഷേപ്പ് മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് അങ്ങ് മടക്കാം. നമ്മളിപ്പോൾ ഓരോന്നായിട്ട് വട്ടം മുറിക്കുവാണെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒറ്റ അടിക്ക് അങ്ങ് മുറിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ ചേർത്ത് മുറിക്കാൻ കഴിയുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. ഇതിപ്പം എനിക്ക് ഇച്ചിരി പാടാണ് രണ്ടെണ്ണമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓരോ ഇതായിട്ടാണ് ഓരോ പേപ്പറായിട്ട് അങ്ങ് മുറിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരങ്ങ് മുറിച്ചെടുക്കാം. അപ്പം മൊത്തത്തിൽ അങ്ങ് മുറിഞ്ഞു കിട്ടും. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളതും അങ്ങനെ തന്നെ മുറിച്ചെടുക്കണം. കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ചധികം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നൂല് വേണം. അതായത് സെയിം കളറിലുള്ള നൂല് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓറഞ്ച് കളറിലുള്ള നൂല്. പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്. അതിനുശേഷം ഈ ഫെവിക്കോള് ഈ പേപ്പറിൻ്റെ അതായത് ഈ വട്ടത്തിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് ഞാൻ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നൂല് വെച്ചിട്ട് നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലീഫ് മാത്രം വെക്കുമ്പം ഇച്ചിരി കനം കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നൂലങ്ങ് മറിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഇച്ചിരി കട്ടിക്ക് അങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങ് ഒട്ടിക്കാം. അപ്പം ഞാൻ ആദ്യത്തേനൊരു 14 എണ്ണമാണ് ഒട്ടിക്കുന്നത്. അപ്പം 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് വാൾ ഹാങ്ങിങ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എത്ര എണ്ണം വേണം, എത്ര നീളം വേണം. നീളം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നീളം കൂട്ടാം. അതല്ല കുറവാണ് വേണ്ടതെങ്കിൽ കുറയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ സർക്കിൾ ആക്കിയെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഇഷ്ടമാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 14ൻ്റെ ആണ് കേട്ടോ. 14 എണ്ണം വീതമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് പിൻ ചെയ്യാം. അതായത് കാർഡ്ബോർഡിലേക്ക് നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ കാർഡ്ബോർഡിൽ ബ്ലാക്ക് കളർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങ് നെടുവേ അങ്ങ് വരച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഒരേ ലെവലിൽ തന്നെ അങ്ങ് ഒട്ടിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് കയറി ഇറങ്ങി ഒട്ടിച്ചാൽ അധികം ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് ഒരേ ലെവലിൽ അങ്ങ് മാർക്ക് ചെയ്താൽ നമുക്കങ്ങ് ആ വട്ടം തെറ്റാതെ തന്നെ നമുക്ക് ഇതങ്ങ് പിൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു സൂചി നൂലങ്ങ് കോർക്കുന്ന പോലെ തന്നെ കോർക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള നൂലങ്ങ് ഒരു സൂചിക്കകത്തങ്ങ് കോർത്ത് കൊടുത്തിട്ട് കാർഡ്ബോർഡിലങ്ങ് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാം. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ പേപ്പർ കട്ടിങ് TV ഒക്കെ കാണുന്ന നേരത്തെ അങ്ങ് ചെയ്താൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അറ്റം വരെ ഞാനങ്ങ് കോർത്ത് കൊടുത്തിട്ടുണ്ട് നൂല്. അപ്പോൾ ഈ ബാക്കി വരുന്ന നൂല് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് കോർത്തെടുക്കണം. അപ്പോൾ ഞാൻ 14 എണ്ണത്തിൻ്റെ എല്ലാനും ഇങ്ങനെ കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കാട്ടും ചെറിയ ലെയറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളിടത്ത് മൊത്തം. അപ്പോൾ അത് ഒരു 9 എണ്ണം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 9 റൗണ്ട്സിൻ്റെ ലെയറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അതും കൂടി അങ്ങ് ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നൂലുണ്ടല്ലോ, അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പേപ്പർ, പ്ലെയിൻ പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ലേസ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ലേസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വല്ല മുത്തോ അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ബാക്കിയുള്ള പീസ് പല ഷേപ്പിലാക്കി മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതേ ഷേപ്പ് തന്നെ റൗണ്ട് ആയിട്ട് അങ്ങ് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് നമ്മുടെ ഇഷ്ടം. ഇപ്പം ഞാൻ എന്താ പശ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ലേസ്. പിന്നെ നമുക്കിത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് മുകളിൽ കയറ് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൂളൻ ത്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇച്ചിരി കയറായാലും മതി. അപ്പോൾ 4 സൈഡിലും അങ്ങ് ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കതങ്ങ് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബൾബ് ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. ബൾബ് ഇടുമ്പം ഈ കളർ പേപ്പർ നന്നായിട്ട് അങ്ങ് തിളങ്ങി കിട്ടും. അപ്പോൾ അത് നല്ല രസമായിരിക്കും. ഇപ്പം ഞാൻ 4 സൈഡിലും ഹോൾ ഉണ്ടാക്കണം. ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതങ്ങ് നമുക്ക് വൂളൻ ത്രെഡ് വെച്ചിട്ട് അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് നമുക്കിതങ്ങ് തൂക്കിയിടാൻ പറ്റും. അപ്പോൾ വൂളൻ ത്രെഡ് അകത്ത് കയറ്റിയിട്ട് നമുക്കിതങ്ങ് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. ഈ ത്രെഡിലും നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. പല പല മുത്തുകളുണ്ടെങ്കിൽ അതൊക്കെ തൂക്കിയിടാം. അല്ലെങ്കിൽ ഇത് തന്നെ പല കളർ പേപ്പറിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഒരേ പേപ്പറിൽ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ വാൾ ഹാങ്കിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ചുമ്മാ ഇരിക്കുന്ന നേരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ വീട് നന്നായിട്ടത് അലങ്കരിക്കാനും പറ്റും. കണ്ടില്ലേ, വളരെ സിമ്പിൾ അല്ലേ? പക്ഷെ നല്ല രസമായിരിക്കും കാണാൻ. അകത്ത് ബൾബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളങ്ങും കേട്ടോ. നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഉണ്ടാക്കാട്ടോ ഇത്. ഇപ്പം ഞാനിവിടെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പല കളറിലാണ്, ഹേർട്ട് ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. കണ്ടില്ലേ, പല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.